ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ നമ്മളൊന്ന് ഓടിച്ച് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചോദ്യങ്ങളെല്ലാം തന്നെ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ ഈ പറയുന്ന PSCക്ക് വേണ്ടി പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ക്ലാസ്സോടെ ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ മറ്റും നിങ്ങൾക്ക് താഴെ കമന്റായിട്ട് അറിയിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മുഴുവനായിട്ട് ക്ലാസ്സുകൾ കണ്ടിരിക്കാനും ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണ് എന്നുള്ളതാണ്. അല്ലെ, 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മീററ്റ് മെട്രോ ആണ്. അല്ലെ, ഏതാണത്? മീററ്റ് മെട്രോ ആണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമോ ഭാരത് ട്രെയിൻ, രണ്ട് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമോ ഭാരത് ട്രെയിൻ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ 2026 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മീററ്റ് മെട്രോ ആണ്. RRTSന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. RRTS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് RRTS എന്ന് പറയുന്നത്, റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടിയ ചെസ് താരം ആരാണ് എന്നുള്ളതാണ്. അല്ലെ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വുമൺ ഇന്റർനാഷണൽ പദവി നേടിയ ചെസ് താരം ആരാണ് എന്നുള്ളതാണ്. ആരായിരിക്കാം അത്? ഇത് നോക്കുക, അതിനുശേഷം കമന്റ് ഇടുക. ഇത് വരും അർഷിയ ദാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ എ ആയിട്ടുള്ള അർഷിയ ദാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. ത്രിപുര സ്വദേശിയാണ് അർഷിയ ദാസ് എന്ന് പറയുന്നത്. ത്രിപുര സ്വദേശിയാണ്. സെർബിയയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വുമൺ ഇന്റർനാഷണൽ മാസ്റ്റർ എന്ത് ചെയ്യുന്ന നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന വുമൺ ഇന്റർനാഷണൽ മാസ്റ്ററിലേക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ മാസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ താരം ആരാൻ ചോദിച്ചാൽ അത് അർഷിയ ദാസ് ആണ്. ത്രിപുര സ്വദേശിയാണ്. സെർബിയയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കളി നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം തന്നെയാണ്. 2028 ഗ്ലോബൽ AI സബ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. 2028 ഗ്ലോബൽ AI സബ്മിറ്റ്, ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സബ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. 2028 കേട്ടോ. ഏതായിരിക്കാൻ വരിക? കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2027 ഓക്കെ, നോട്ട് ചെയ്ത് നോക്കണേ. 2027 ഗ്ലോബൽ AI സബ്മിറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത് ജനീവയിലാണ്. ഓക്കെ, ജനീവയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 2027 ഗ്ലോബൽ AI സബ്മിറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. 2026 ഗ്ലോബൽ AI സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബൽ AI സബ്മിറ്റ് നടക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഭാരത് മണ്ഡപത്തിൽ വെച്ചായിരുന്നു. ഭാരത് മണ്ഡപത്തിൽ വെച്ചാണ് 2026 ഗ്ലോബൽ AI സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു, ഇന്ത്യയിൽ വെച്ചായിരുന്നു. ഓക്കെ, 2027 നടക്കാൻ വേണ്ടി പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ്. 2028 നടക്കാൻ പോകുന്നത് UAE വെച്ചാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2025 യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റ് നേടിയ പൈതൃക കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ്. 2025 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റ് നേടിയ പൈതൃക കേന്ദ്രം ഏതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞ രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അല്ലെ, ഏതാണത്? ഓപ്ഷൻ ബി ആണ്. അതായത് അവർ ലേഡി ഓഫ് ദി ഗ്രേസ് കത്തീഡ്രൽ വെഴ്സായ് എന്ന് പറയപ്പെടുന്ന വെഴ്സായ് അല്ല, വെഴ്സായ് കൊട്ടാരം ഫ്രാൻസ് ആണ്, സോറി അതല്ല.
അവർ ലേഡി ഓഫ് ദ ഗ്രേസ് കത്തീഡ്രൽ വസായി എന്ന് പറയും. വസായി അല്ലെങ്കിൽ ബാസി എന്ന് പറയുന്ന സ്ഥലം അതെവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ് ഈ പറഞ്ഞ ബാസിൻ, അതിന്റെ പഴയ പേരാണ് ബാസിൻ, ഇപ്പോഴത്തെ പേര് വസായി. അപ്പൊ അവിടെ ഒരു പള്ളി പ്രധാനമായിട്ട് പോർച്ചുഗീസുകാർ 147 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയും കൂടിയാണ് അവർ ലേഡി ഓഫ് ദ ഗ്രേസ് കത്തീഡ്രൽ വസായി എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറയുന്ന 2025 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റിൽ എന്ത് ചെയ്തിരുന്നു? പറയുന്ന രീതിയിൽ അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പോർച്ചുഗീസ് പള്ളിയാണ് ഈ പറയുന്ന സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ 1503 മറ്റുമായിട്ട് ഈ പറയുന്നത് കൊച്ചിയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയും കൂടിയാണ് സെന്റ് ഫ്രാൻസിസ് ചർച്ച്. മറ്റു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പറയുന്ന വാസ്കോ ഡ ഗാമ അന്തരിച്ച സമയത്ത് അദ്ദേഹത്തെ ലിസ്ബണിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ സംസ്കരിച്ചിട്ടുണ്ടായിരുന്ന പള്ളിയും കൂടിയാണ് ഈ പറയുന്ന സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത് കൊച്ചിയിൽ. ഓക്കെ, അതേപോലെ തന്നെ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗോവയിലെ വളരെ പുരാതനമായിട്ടുണ്ടായിരുന്ന ഒരു പള്ളിയും കൂടിയാണ്. അതിനകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഭൗതിക ശരീരം അവർ ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴും എന്താണ് സംരക്ഷിച്ചു പോന്നിരുന്ന അവിടുത്തെ ഒരു പറയുന്ന രീതിയിൽ ഒരു ഫാദറിന്റെ ഈ പറയുന്ന ഒരു ഭൗതിക ശരീരം ഇപ്പോഴും അതേപോലെ തന്നെ സംരക്ഷിച്ചു പോന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ദേവാലയം കൂടിയാണ്, പോർച്ചുഗീസ് ദേവാലയം കൂടിയാണ് ഈ പറയുന്ന ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറയുന്നത് ഗോവയിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതെന്ന് പറയുന്നത് മിലാനോ കോർട്ടീന 2026 ശൈത്യകാല ഒളിമ്പിക്സിൽ 41 മെഡലുകൾ നേടി റെക്കോർഡ് നേടിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. അല്ലെ, മിലാനോ കോർട്ടീന ശൈത്യകാല ഒളിമ്പിക്സിൽ 41 മെഡലുകൾ നേടി റെക്കോർഡ് നേടിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പൊതുവായി വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷനകത്ത് ഏതായിരിക്കും ശരിയായിട്ട് വരിക ഒന്ന് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഏതായിരിക്കും വരിക അറിയാവോ? അപ്പൊ ശരി ഉത്തരം എന്ന് പറയുന്നത് അത് നോർവേ ആണ് കേട്ടോ. ഏതാണത്? നോർവേ ആണ് ശരി ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം വരുന്നത് നോർവേ ആണ്. ഓക്കെ, ഈ മെഡൽ പട്ടികയിൽ ആദ്യം നോർവേ, രണ്ടാമത് ഈ പറയുന്ന USA, മൂന്നാമതായിട്ട് നെതർലൻഡ്, നാലാമതായിട്ട് ഇറ്റലി, ഓക്കെ, അതേപോലെ അഞ്ചാമതായിട്ട് ജർമ്മനി എന്നീ പറയുന്ന രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് മെഡൽ പട്ടികയിൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒന്നാമത് നോർവേ, രണ്ടാമത് USA, മൂന്നാമത് നെതർലൻഡ്, നാലാമത് ഇറ്റലി, അഞ്ചാമത് ജർമ്മനി എന്നിങ്ങനെയാണ് മെഡൽ പട്ടികയിലുള്ള 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അത് നോർവേ ആണ്. അതേപോലെ തന്നെ 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് 2 നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന മിലാൻ എന്നറിയപ്പെടുന്ന നഗരത്തിൽ, മറ്റൊന്ന് ഈ പറയുന്ന കോർട്ടീന ഡി അബേസി എന്നറിയപ്പെടുന്ന കോർട്ടീന എന്നീ പറയുന്ന 2 സ്ഥലങ്ങളിലായിട്ടാണ് 2026 വിന്റർ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എന്നുള്ളതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് നോക്കുക. അടുത്തതെന്ന് പറയുന്നത് കേരളത്തിലെ ഭൂമി രേഖകൾ സംരക്ഷിക്കൽ അല്ലെങ്കിൽ സുരക്ഷിതമാക്കൽ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം ഏതാണ് എന്നുള്ളതാണ്. കേരളത്തിലെ ഭൂമിയുടെ രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനം ഏതാണ് എന്നുള്ളതാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്. അവിടെ 5 ഓപ്ഷൻസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ശരിയായിട്ടുള്ളവ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡാണ് എന്ത് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് അവിടെ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഡിജിറ്റൽ റവന്യൂ കാർഡ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ കേരളത്തിലെ ഭൂമി രേഖകൾ പ്രധാനമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ സംവിധാനത്തിന്റെ പേര് ഡിജിറ്റൽ റവന്യൂ കാർഡ് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽസ്. ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ റെയർ എർത്ത് മിനറൽസിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന തോറിയം, മോളിബ്ഡനം, ഈ പറയുന്ന രീതിയിലുള്ള യുറേനിയം, അങ്ങനെയുള്ള കുറച്ച് റെയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ. ടൈറ്റാനിയം പോലുള്ള റയർ എർത്ത്, വനേഡിയം പോലുള്ള റയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പൊ അത്തരത്തിലുള്ള ഇപ്പൊ ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിൽ സഹകരണത്തിനായിട്ട് ഇന്ത്യ 2026 ഫെബ്രുവരിയിൽ ഏത് രാജ്യവുമായിട്ടാണ് MOE അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിൽ സഹകരണത്തിനായിട്ട് ഇന്ത്യ 2026 ഫെബ്രുവരിയിൽ ഏത് രാജ്യവുമായിട്ടാണ് MOE ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്തേണ്ടതായിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസിലെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ മിനറൽസ് ഉള്ളതും അതേപോലെ തന്നെ കയറ്റി അയക്കുന്ന രാജ്യം ഏതാണെന്ന് മനസ്സിലാക്കണം. അത് ചൈനയാണ് അല്ലെ. ഒന്നാമത് നിൽക്കുന്ന ക്രിട്ടിക്കൽ മിനറൽസിന്റെ ഈ പറയുന്ന ഡെപ്പോസിഷനിൽ അല്ലെ ഈ പറയുന്ന അവരുടെ ഈ പറയുന്ന ശേഖരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചൈനയാണ്. രണ്ടാമത് ബ്രസീലാണ്. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് ഈ പറയുന്ന ചൈനയായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഡീലിന് ഒരിക്കലും ഇന്ത്യ തയ്യാറാകില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതായിരിക്കും രാജ്യം വരിക? അത് ബ്രസീലായിരിക്കും അല്ലെ.
ബ്രസീലാണ് എന്ത് ചെയ്യുന്നത് ക്രിട്ടിക്കൽ മിനറൽസിലെ രണ്ടാമത് നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് MOU ഒപ്പുവെക്കുന്ന ആരുമായിട്ടായിരിക്കാം പൊതുവെ ബ്രസീലുമായിട്ടായിരിക്കാം. പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ക്രിട്ടിക്കൽ മിനറൽസിന്റെ മേഖലയിൽ സഹകരണത്തിനായിട്ട് ഇന്ത്യ 2026 ഫെബ്രുവരിയിൽ ഏത് രാജ്യവുമായിട്ടാണ് MOU ഒപ്പുവെക്കുന്നത് ചോദിച്ചാൽ ബ്രസീലുമായിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ AI മിഷന്റെ ഭാഗമായിട്ട് തദ്ദേശീയ AI മോഡലുകൾ പുറത്തിറക്കിയ സ്റ്റാർട്ടപ്പുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. നമ്മുടെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഗ്ലോബൽ AI സബ്മിറ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ AI മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികൾ പുതിയ AI സംവിധാനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ട AI സംവിധാനങ്ങൾ ഉണ്ട്. അതിന്റെ പേര് ഏതെല്ലാമാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് നോക്കുക, ഏതൊക്കെ വരുമായിരിക്കാം, പെട്ടെന്ന് തന്നെ കിട്ടും. അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയുടെ പേരുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു പേരും കൂടിയാണ് ഈ ഒരു എന്ത് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്റ്റാർട്ടപ്പുകൾ നൽകിയിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഒന്നുമില്ല, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സർവം AI, ഭാരത് ജന്, ഗ്യാനി AI എന്നിവയാണ്. സർവം AI, ഭാരത് ജന്, ഗ്യാനി AI. പിന്നെ അത് ഭാരത് ജന് പ്രത്യേകതയും കൂടിയുണ്ട്. ഭാരത് ജന് ഡെവലപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന IIT ബോംബെ ആണ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഭാരത് ജനെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് IIT ബോംബെ ആണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ AIക്ക് വേണ്ടിയുള്ള ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു AI കൂടിയാണ് ഭാരത് ജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം AI മിഷന്റെ ഭാഗമായിട്ട് തദ്ദേശീയ AI മോഡലുകൾ പുറത്തിറക്കിയ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് സർവം AI, സർവമായ സിനിമ ഓർത്തിരുന്നാൽ മതി. സർവം AI, ഭാരത് ജന്, ഗ്യാനി AI എന്നിവയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ അടുത്ത് നോക്കുക, അടുത്ത് എന്താണത്, ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവയ്ക്കെതിരെ US സുപ്രീം കോടതിയിൽ വിജയം നേടിയ ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ ആരാണ് എന്നുള്ളതാണ്. അല്ലെ, ഡൊണാൾഡ് ട്രംപിന്റെ ഈ പറയുന്ന ഇറക്കുമതി തീരുവയ്ക്കെതിരെ US സുപ്രീം കോടതിയിൽ വിജയം നേടിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ ആരാണ് എന്നുള്ളതാണ്. ആരായിരിക്കും അത്? നീൽ ഖഡ്യാലാണ്. അല്ലെ, പുള്ളിക്ക് ഇച്ചിരി കടുംപിടുത്തം കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ആരാണത്? നീൽ ഖഡ്യാലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ആരാണത്? നീൽ ഖഡ്യാലാണ്. അപ്പൊ അദ്ദേഹം തൊട്ട് മുമ്പ് സോളിസിറ്റർ ജനറൽ ആയിട്ടൊക്കെ മുമ്പ് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയും കൂടിയാണ് നീൽ ഖഡ്യാൽ എന്ന് പറയുന്നത്. അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവയ്ക്കെതിരെ അതേ ഈ പറഞ്ഞ താരിഫ് കിങ് എന്നൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇറക്കുമതി തീരുവയ്ക്കെതിരെ US സുപ്രീം കോടതിയിൽ വിജയം നേടിയ ഇന്ത്യൻ വംശജനായ അഭിഭാഷകൻ എന്ന് പറയുന്നത് അത് നീൽ ഖഡ്യാലാണ്. നീൽ ഖഡ്യാൽ. ഓക്കെ അല്ലേ? അടുത്തതെന്ന് പറയുന്നത് 70ാമത് ഫിലിം ഫെയർ അവാർഡ്. പറയുന്നത് 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലെ. 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായിട്ട്, ഏറ്റവും മികച്ച മലയാള നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആരാണ് എന്നുള്ളതാണ്. ആരായിരിക്കാം? മമ്മൂട്ടിയാണല്ലേ, നമ്മുടെ സ്വന്തം മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിനാണ് ഈ പറയുന്ന 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായിട്ടുള്ള എന്ത് ചെയ്യുന്നത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കേട്ടോ പറയുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂവിക്കാണ്, അതിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന മികച്ച നടനുള്ള അവാർഡ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഫിലിം ഫെയർ അവാർഡിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്ന അർഹനാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ മികച്ച നടൻ ക്രിട്ടിക്സ്, മികച്ച നടൻ പറയുന്ന ക്രിട്ടിക്സ് വിഭാഗത്തില് മികച്ച നടനായിട്ട് പ്രധാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒന്ന് പൃഥ്വിരാജിനെയാണ്. പൃഥ്വിരാജ്, 2 ആസിഫ് അലി എന്നിവർക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ മികച്ച നടനുള്ള ക്രിട്ടിക്സ് വിഭാഗത്തിലുള്ള അവാർഡുകൾ എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന കിഷ്കിന്ധാകാന്ഡമാണ് കേട്ടോ. കിഷ്കിന്ധാകാന്ഡമാണ് ഈ പറയുന്ന രീതിയിൽ മികച്ച സിനിമയായിട്ട് എന്ത് ചെയ്യുന്നത് കണക്കൂട്ടിയിട്ടുള്ളത്. അതേപോലെ മികച്ച സഹനടൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർ ഈ പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വിജയരാഘവനാണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ 70ാമത് ഫിലിം ഫെയർ സൗത്ത് അവാർഡിൽ മികച്ച മലയാള നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മമ്മൂട്ടിയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് പ്രമേയോഗം എന്നുള്ള സിനിമയിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് പ്രധാനമന്ത്രിയുടെ റേഡിയോ സംപ്രേഷണ പരിപാടിയായിട്ടുണ്ടായിരുന്ന മൻ കി ബാത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ച 570ലധികം നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഗ്രാമം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. മൻ കി ബാത്ത് പ്രസംഗത്തിൽ പരാമർശിച്ച 570ലധികം നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഗ്രാമം ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന തൃശ്ശൂരിലെ ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്.
ഗ്രാമങ്ങളുടെ പേരൊക്കെ ഓർത്തിരിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ദേവാസുര സിനിമയിലെ പെരിങ്ങോടരൊക്കെ പറയുന്നതാണ് പെട്ടെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പെരിങ്ങോടർ എന്നുള്ള പേരൊക്കെ വെച്ച് ഓർത്തിരിക്കുക. പെരിങ്ങോട്ട് കര എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. ഓക്കെ, പെരിങ്ങോട്ട് കര എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. അപ്പൊ അങ്ങനെയൊക്കെ ചോർത്തിരിക്കുക, പെരിങ്ങോട്ട് കര. അപ്പം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുണ്ടായ സ്ഥലവും കൂടിയാണ് പെരിങ്ങോട്ട് കര. അവിടെ ഈ പറയുന്ന രീതിയിൽ സർവോദയ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ഓക്കെ സർവോദയ ഓർഗാനിക് ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു സംഘടനയുണ്ട്. അപ്പൊ അവരാണ് പ്രധാനമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞ നെല്ലിനങ്ങളായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന എന്താണ് ചീര പോലുള്ള നെല്ലിനങ്ങൾ അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പറയുന്ന രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള കുറച്ച് നെല്ലിനങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത് സംരക്ഷിച്ചു പോന്നിരുന്ന 570-ലധികം സ്പീഷീസ് നെല്ലിനങ്ങൾ എന്ത് ചെയ്യുന്നത് സംരക്ഷിക്കുന്ന തൃശ്ശൂരിലെ ഗ്രാമം എന്ന് പറയുന്ന ഒന്നും കൂടിയാണ് ഈ പറയുന്ന പെരിങ്ങോട്ട് കല എന്ന് പറയുന്നത്. നമ്മുടെ ജീരകശാല അരിയൊക്കെ ഉണ്ടല്ലോ, ജീരകശാല. ഓക്കെ, അതേപോലെ ചീര, അത് തവളക്കണ്ണി പോലുള്ള എന്താണ് നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗ്രാമവും കൂടിയാണ് ഇപ്പോൾ പെരിങ്ങോട്ടുകര എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, ഡ്രാഗൺ ദിനോസർ എന്നൊക്കെ അറിയപ്പെടുന്ന സ്പൈനോസോറസ് മിറാബിലിസ് എന്നറിയപ്പെടുന്ന ഫോസിൽ കണ്ടെത്തിയത് ഇവിടെ നിന്നാണെന്നുള്ളതാണ്. സ്പൈനോസോറസ് മിറാബിലിസ്. അതിന്റെ ചിത്രം നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നട്ടലൊക്കെ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു എന്താണ് ഒരു ഡൈനോസറും കൂടിയായിരുന്നു ഈ പറയുന്ന സ്പൈനോസോറസ് മിറാബിലിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പൈൻ വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പേര് വരുന്നതെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സ്പൈനോസോറസ് മിറാബിലിസ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫോസിൽ കണ്ടെത്തിയത് ഇവിടെ നിന്നാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്പൈനോസോറസ് മിറാബിലിസിന്റെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ടാക്കിയ ഇവിടെ നിന്നായിരിക്കാം സ്പൈനോസോറസ്. എസ് വെച്ചുള്ള പേര് നോക്കുക, ഏതായിരിക്കും വരുന്നത്? എസ് വെച്ചുള്ള പേര് വരുന്നത് സഹാറയ്ക്കാണ് അല്ലെ. സഹാറ മരുഭൂമിയാണ്. സഹാറ മരുഭൂമിയിലെ നൈഗറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സഹാറ മരുഭൂമിയിലെ നൈഗറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ സ്പൈനോസോറസ് മിറാബിലിസ് അറിയപ്പെടുന്ന ഫോസിൽ ഈ പറയുന്ന നമ്മുടെ ഡിനോസറിന്റെ ഫോസിൽ എന്ത് ചെയ്യുന്നത് അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത നോക്കുക, രാജ്യത്തെ തന്നെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേരെന്താണെന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രാജ്യത്ത് തന്നെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേര് എന്ന് പറയുന്നത് പ്രഹാർ എന്നുള്ളതാണ് കേട്ടോ. പ്രഹാർ എന്നുള്ളതാണ്. പ്രഹാർ എന്ന് പറയുന്നത് തന്നെ സീറോ ടോളറൻസ് ടു ടെററിസം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ടെററിസത്തിന് സീറോ ടോളറൻസ് അടിക്ക് തിരിച്ചടി എന്നാണ് പറയുന്നത് അല്ലെ. UAP ആക്ടും BNS അതേപോലെ തന്നെ ആംസ് ആക്ട് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പണി എന്ത് ചെയ്യും ഇപ്പൊ ടെററിസ്റ്റുകൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം രാജ്യത്ത് തന്നെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകര വിരുദ്ധ നയത്തിന്റെ പേരെന്ന് പറയുന്നത് പ്രഹാറാണ്. ഈ പറയുന്ന നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെയും NSGയുടെയും അതേപോലെ തന്നെ IBയുടെ എല്ലാവരുടെയും സഹകരണത്തിലൂടെയാണ് ഇത് എന്ത് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് നോക്കുക, 79ാമത് ബാഫ്റ്റ അവാർഡിൽ ഓക്കെ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ വജ്രപ്രഹാർ എന്ന് പറയുന്ന ഈ പ്രഹാർ പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, വജ്രപ്രഹാർ എന്ന് പറയുന്ന ഒരു സൈനിക അഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഒരു മിലിറ്ററി എക്സസൈസ് ഉണ്ട്. അത് ഇന്ത്യയും US തമ്മിലാണ് നടത്തുന്നത്. അത് പ്രധാനമായിട്ടും നടക്കുന്നത് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അത് ഇതേ സമയത്ത് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കട്ടോ. വജ്രപ്രഹാർ അത് ഈ പറയുന്ന ഇന്ത്യയും US തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പ്രഹാർ പഠിക്കുമ്പോൾ ആ പ്രഹാരം കൂടെ ഓർത്തിരിക്കുക. വജ്രപ്രഹാർ എന്ന് പറയുന്നത് ഇന്ത്യ US തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്. ഈ പ്രഹാർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അതൊരു ഭീകരവിരുദ്ധ നയമാണ്. ഈ പറയുന്ന രാജ്യത്തിന്റെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയമാണ് ഈ പ്രഹാർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. അതുപോലെ പഠിക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് പഠിക്കാനും ശ്രമിക്കുക. അടുത്ത് നോക്കുക, 79ാമത് ബാഫ്റ്റ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഈ പറയുന്ന ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സ് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സിനിമ ഏതാണ് എന്നുള്ളതാണ്. അപ്പം അതുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതാണ് സിനിമ എന്നുള്ളത് ഏതാണത് ബൂങ് എന്നുള്ള ഒരു മണിപ്പൂരി ചിത്രമാണ് അതെന്ന് പറയുന്നത് അല്ലെ. ബൂങ് എന്ന് പറയുന്ന ഒരു മണിപ്പൂരി ചിത്രമാണ്. ബാഫ്റ്റ അവാർഡ് നേടുന്ന ആദ്യത്തെ ഒരു എന്താണ് ഈ ഒരു ജോണറിൽ പെടുന്ന ആദ്യത്തെ സിനിമയും കൂടിയാണ് ഈ പറയുന്ന ബൂങ് എന്ന് പറയുന്നത്. അപ്പൊ 79ാമത് ബാഫ്റ്റയിൽ അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ബൂങ് ആണ്. ബൂങ് മണിപ്പൂരി ചിത്രമാണ്. അടുത്ത അറിയേണ്ടത് എബിൾ പോയിന്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അവർക്ക് വേണ്ടിയിട്ട് അവർ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അവർക്ക് കടയൊക്കെ ഇട്ട് കൊടുക്കുന്ന പറയുന്നത് പദ്ധതിയാണ് ഇപ്പോൾ എബിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റാള് അല്ലെ ഔട്ട്ലെറ്റ് പ്രധാനമായിട്ടും നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയായിരിക്കാം? കാക്കനാടാണ് അല്ലെ. എവിടെയാണത്? കാക്കനാടാണ് അല്ലെ. കാക്കനാടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. കാക്കനാട്.
അടുത്ത് നോക്കുക, വനിതാ എമർജിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ടീം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. വനിതാ എമർജിംഗ് ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഈ പറയുന്ന രീതിയിൽ കിരീടം നേടിയിട്ടുണ്ടായിരുന്ന ടീം ഏതാണ് എന്നുള്ളതാണ്. ഏതായിരിക്കും ടീം? ക്രിക്കറ്റ് ആകുമ്പോൾ ഓഫ് കോഴ്സ് ആരായിരിക്കും ജയിക്കുക? ഇന്ത്യ ആയിരിക്കും ജയിക്കുക അല്ലെ. ഇന്ത്യയുടെ A ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആരെ തോൽപ്പിച്ച്? നമ്മുടെ ബംഗ്ലാദേശിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫൈനലിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കളി നടന്നിട്ടുണ്ടായിരുന്നത് ബാങ്കോക്കിലാണ് കേട്ടോ. ബാങ്കോക്കിലാണ് കളി നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബംഗ്ലാദേശിന്റെ, അതായത് നമ്മുടെ അയൽ രാജ്യമായിട്ടുണ്ടായിരുന്ന ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ A ടീം എമർജിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പിൽ എന്ത് ചെയ്യുന്നത്, മുത്തമിടുന്നത് എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പം ശരിയായിട്ട് ഉത്തരം വരുന്നത് നമ്മുടെ ബംഗ്ലാദേശ് അല്ല, ഇന്ത്യ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ബംഗ്ലാദേശ് അല്ല, ഇന്ത്യ ആണ്. ഓക്കെ, തോൽപ്പിക്കുന്നതാണ് ബംഗ്ലാദേശിനെ കേട്ടോ. ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ടാണ് കിരീടം എന്ത് ചെയ്യുന്നത്, കരസ്ഥമാക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ RBIയുടെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത് എവിടെയായിരിക്കും? അത് പ്രധാനമായിട്ടും ഭുവനേശ്വറിലാണ്. ഭുവനേശ്വർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം RBIയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ സ്ഥാപിച്ചത് എവിടെയാണത്? അത് ഈ പറയുന്ന ഭുവനേശ്വറിലാണ്. അപ്പം ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ എവിടെയായിരിക്കും? അത് പ്രധാനമായിട്ട് നവി മുംബൈയിലാണ് അല്ലേ. അതെവിടെയാണത്? നവി മുംബൈയിലാണ്. സഞ്ജീവ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1934 ഈ പറയുന്ന RBI വന്നിട്ടുണ്ടായിരുന്നത്. RBI ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1934 പ്രകാരമാണ് ഈ പറയുന്ന 35 കൊൽക്കട്ടയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഈ പറയുന്ന രീതി ഗവർണർ എന്ന് പറയുന്ന ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ശേഷം ഇന്ത്യക്കാരന ഗവർണറായിട്ട് വരുന്നത് CD ദേശ്മുഖ് ആയിരുന്നു. ഇപ്പോഴത്തെ ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളുണ്ട്, ഞാൻ ഭാഗമായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ RBIയുടെ രണ്ടാമത്തെ ഹൈ സെക്യൂരിറ്റി ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വർ എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. അടുത്തത് ധർമ്മ ഗാർഡിയൻ എന്ന സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ് അല്ലെ. അപ്പൊ അത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടക്കുന്ന സൈനിക അഭ്യാസമാണ് അല്ലെ. ഏതൊക്കെ രാജ്യവും തമ്മിലാണ്? ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സംയുക്ത സൈനിക അഭ്യാസമായിട്ടുണ്ടായിരുന്ന ധർമ്മ ഗാർഡിയൻ നടക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ. ധർമ്മ ഗാർഡിയൻ നടക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്. നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലാണ് എന്ത് ചെയ്യുന്നത്, ധർമ്മ ഗാർഡിയൻ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത നോക്കുക. അടുത്ത എന്താണ്? 2026 FIDE ഫ്രീ സ്റ്റൈൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാണെന്നുള്ളതാണ്. 2026 FIDE ഫ്രീ സ്റ്റൈൽ ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. വേദിയായ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓഫ് കോഴ്സ് നമുക്കറിയാം ഏതാണത്. ഈ പറയുന്ന രീതിയിൽ ജർമ്മനി ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2026 FIDE ചെസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനി ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലെ, ജർമ്മനി. അടുത്ത നോക്കുക. അടുത്ത എന്താണത്? കേരളം കശുവണ്ടി പഴത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യ ബ്രാൻഡിന്റെ പേര് എന്താണെന്നുള്ളതാണ് അല്ലെ. അപ്പം കശുവണ്ടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പുതിയ മദ്യ ബ്രാൻഡിന്റെ പേരെന്താണത്? നമ്മൾ പറഞ്ഞു കശുവണ്ടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രധാനമായിട്ട് കശുവണ്ടി എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഫെനിയാണ്. അത് പ്രധാനമായിട്ടും ഗോവയിലാണ്. ഒരു പോർച്ചുഗീസ് ട്രഡീഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് നിർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കേരള വേർഷൻ. അപ്പൊ എന്ത് വരും, അതിന് കെ ഫെനി എന്നുള്ള പേരിടും അല്ലെ. കെ ഫെനി എന്നുള്ളതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. കെ ഫെനി ആണല്ലോ, കെ ഫെനി എന്നുള്ളതാണ് അതിന്റെ പേര് ആണല്ലോ. അപ്പൊ മദ്യ ബ്രാൻഡിന്റെ പേരെന്താണത്? കെ ഫെനി എന്നുള്ളതാണ്. അതിന് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ മിന്നൽ മാജിക് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ്, മിന്നൽ മാജിക് എന്ന് പറയുന്ന ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യാൻ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത് അറിയേണ്ടത്, അപ്പൊ ഇതെല്ലാം ബെക്കോയുടെ കീഴിലാണ് കേട്ടോ, നമ്മുടെ ബെക്കോയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, 1984 ബെക്കോ വരുന്നത് എന്നുള്ള കാര്യം കൊണ്ട് എന്ത് ചെയ്യാം, പുറത്തിരിക്കുക. അടുത്തത് ബംഗാൾ ആഗ്ര അസം സിവിൽ കോഡ്സ് ആക്ട് 1887 പ്രകാരം പുതിയ സിവിൽ കോടതി ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് അല്ലെ. പറഞ്ഞ 87 ബ്രിട്ടീഷുകാർ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബംഗാൾ ആഗ്ര അസം സിവിൽ കോഡ്സ് ആക്ട് ഓഫ് 1887 മാറ്റിക്കൊണ്ട്
സ്വന്തമായിട്ട് ഒരു സിവിൽ കോഡ് ബില്ല് പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും വരിക? അത് ഏതായിരിക്കും വരിക? ബീഹാർ ആയിരിക്കും വരിക അല്ലേ? ഇതാണത്. ബീഹാർ ആണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരിക. ബീഹാർ ന്യായ് ബില്ല് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? ബീഹാർ സിവിൽ ന്യായ ബിൽ ഓഫ് 2026 എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? അവർ പുതുതായിട്ടുള്ള ബില്ല് പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ബീഹാർ സിവിൽ ന്യായ് ബിൽ ഓഫ് 2026 എന്ന് പറഞ്ഞിട്ടാണ് ഈ 1887 ബംഗാൾ ആഗ്ര ആസാം സിവിൽ കോഡ്സ് ആക്ട് പകരമായിട്ട് അവർ പുതിയൊരു ആക്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. 1887 ആക്ട് ആണ്, റീപ്ലേസ് ചെയ്യുന്നത് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. അടുത്തത്, സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറിലേക്ക് അനുമതിയില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്, ലംഘനമാണ് എന്ന് നിരീക്ഷിച്ച കോടതി ഏതാണെന്നുള്ളതാണ് അല്ലെ. സർക്കാർ ജീവനക്കാരുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്പറിലേക്ക് അനുമതിയില്ലാതെ സന്ദേശങ്ങൾ അയക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള ലംഘനമാണ് എന്ന് നിരീക്ഷിച്ച കോടതി ഞാൻ ചോദിച്ചാൽ അത് കേരള ഹൈക്കോടതിയാണ് അല്ലെ. ഏതാണത്? കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി ഇതൊക്കെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ പഠിച്ചവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കേന്ദ്ര മന്ത്രിസഭ ഒരു പുതിയ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള, നമ്മളെപ്പോഴും കേരളം എന്ന് പറഞ്ഞാലും വിളിക്ക് പോകുമ്പോൾ കേരള എന്നാണ് പറയുന്നത്. അതിന്റെ പേര് എന്ത് ചെയ്തിരുന്നു? ഇപ്പം കേരളം ആക്കി മാറ്റി എന്നുള്ളതാണ്. കേരളം ആക്കി എന്ത് ചെയ്തു? മാറ്റി എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കേരളയായിരുന്നു, ഇപ്പൊ എന്താക്കി മാറ്റി? ഒരു പൂജ്യം കൂടി ഇട്ട് ഇപ്പൊ അവര് കേരളമാക്കി മാറ്റി. ഓക്കെ, അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്തത്, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നുള്ളതാണ്. അതായത് ഒന്നുമില്ല, പകൽക്കാ സമയങ്ങളിൽ സോളാർ വെച്ച് ബാറ്ററി ചാർജ് ചെയ്ത ശേഷം രാത്രി കാലങ്ങളിൽ KSEBക്ക് ഉയർന്ന വിലയ്ക്ക് വെക്കുന്ന സംവിധാനമാണ് ഈ പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ബാറ്ററി ഈ പറയുന്ന സൂര്യപ്രകാശത്തിനകത്ത് നിന്ന് ഉണ്ടാകുന്ന എനർജി ലിഥിയം ബാറ്ററികൾ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി ഉപയോഗിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പൊ അതിനെയാണ് ഈ പറയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ആ പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണെന്നുള്ളതാണ് അല്ലെ. ആ പദ്ധതി നടപ്പിലാക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണത്? പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ പറയാറില്ലേ ഈ പറഞ്ഞ ചൂട് കൂടുമ്പോൾ പൊരിഞ്ഞ ചൂടാന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ ചോദിച്ചിരിക്കുക പെരിഞ്ഞനം. ഓക്കെ, പെരി. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. ഈ പറയുന്ന രീതി പെരിഞ്ഞനം ഈ പറയുന്ന ഗ്രാമപഞ്ചായത്താണ് അത്തരത്തിൽ ഐഡിയയുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായത്. തൃശ്ശൂരിലാണ് കേട്ടോ. തൃശ്ശൂരിലാണ് ഗ്രാമപഞ്ചായത്തുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, 2025 ഏഷ്യൻ പ്രൈസ് ഫോർ ഷോർട്ട് സ്റ്റോറി നേടിയ അഞ്ജന മേനോൻ രചിച്ച കൃതി ഏതാണ് എന്നുള്ളതാണ് അല്ലെ. പറയുന്ന രീതിയിൽ 2025 ഏഷ്യൻ പ്രൈസ് ഫോർ ഷോർട്ട് സ്റ്റോറി നേടിയ അഞ്ജന മേനോൻ രചിച്ചിട്ടുണ്ടായിരുന്ന കൃതി ഏതാണെന്നുള്ളതാണ്. അപ്പൊ അഞ്ജന മേനോന്റെ കൃതി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ പേര് ഓർത്തിരുന്നാൽ മതി, കുട്ടിയുടെ അമ്മയുടെ പേര് ഓർത്തിരിക്കണം. അപ്പൊ അമ്മയുടെ മോനയുടെ പേര് എടുത്ത് എന്താണ്? റോസാമാസ് ബോയ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പുസ്തകത്തിന്റെ പേര് അല്ലെ. റോസാമാസ് ബോയ്, റോസാമയുടെ മകൻ. അപ്പൊ 2025 ഏഷ്യൻ പ്രൈസ് ഷോർട്ട് സ്റ്റോറി, ഏഷ്യൻ പ്രൈസ് ഫോർ ഷോർട്ട് സ്റ്റോറി എന്ന വിഭാഗത്തിൽ അഞ്ജന മേനോൻ രചിച്ചിട്ടുണ്ടായിരുന്ന കൃതി. അപ്പൊ അതിന് പ്രൈസ് നേടി എന്നുള്ളതാണ്. അപ്പം ആ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഈ റോസാമസ് ബോയ് എന്ന് പറയുന്നത്. റോസാമസ് ബോയ് 2025 അവാർഡാണ് ഈ 2026 ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2024 നടാഷയുടെ നടാഷ ശർമ്മയുടെ ഈ പറയുന്ന രീതിയിൽ വൈറ്റ് നോയ്സ് ലല്ലബി എന്ന് പറഞ്ഞ പുസ്തകത്തിനാണ് 2024 ഈ ഏഷ്യൻ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ അടുത്തത് നോക്കേണ്ടത് 4ാമത് വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. 4ാമത് വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദിയാകുന്നത് എവിടെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണത്? ഓഷ്യൻ, കടലോട് ബന്ധപ്പെട്ട് ബീച്ച് ഓർത്തിരിക്കുക. ബീച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന സ്ഥലം ഗോവയാണ്. അപ്പോൾ ഓർത്തിരിക്കുക ഗോവ. അപ്പം 4ാമത് വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണത്? ഗോവയിലാണ് എന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഓഷ്യൻ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? പറയുന്ന ഗോവയിലെ പനാജിയിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്തത്, ഇസ്രായേൽ പാർലമെന്റ് സെനറ്റ് അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? അടുത്ത പഠിക്കേണ്ടതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ പാർലമെന്റ് സെനറ്റ് അഭിസംബോധന ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ 100 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും ആളുകൾ ഫോളോ ചെയ്യുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം ഇസ്രായേൽ പാർലമെന്റ് സെനറ്റ് അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത്
വെക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന സെനറ്റിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എന്താണ് സ്പീക്കർ ഓഫ് ദ സെനറ്റ് മെഡൽ എന്ന് പറയുന്ന ഒരു മെഡലുണ്ട്. സ്പീക്കർ ഓഫ് ദ സെനറ്റ് മെഡൽ നേടിയിട്ടുണ്ടാകുന്നത് നരേന്ദ്രമോദിക്ക് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു അവാർഡും അതേപോലെ തന്നെ സ്പീക്കർ ഓഫ് ദ സെനറ്റ് മെഡൽ, അതായത് ഇസ്രായേലിന്റെ പരമോന്നത ഒരു ബഹുമതിയാണ്. അതുപോലെ തന്നെ പറയുന്നത് ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റീൻ എന്ന് പറയുന്നത് പലസ്തീനിലെ ഏറ്റവും വലിയ ഒരു ബഹുമതിയാണ്. അപ്പൊ ഇത് രണ്ടും ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ റയറായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കുക, രാഷ്ട്രപതി ഭവനിലെ എഡ്വിൻ ലൂട്ടിസിന്റെ പ്രതിമയ്ക്ക് പകരം സ്ഥാപിച്ചത് ആരുടെ പ്രതിമയാണെന്നുള്ളതാണ്. എഡ്വിൻ ലൂട്ടൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി ഭവനും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് പകരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന രാഷ്ട്രപതി ഭവനിലെ എഡ്വിൻ ലൂട്ടന്റെ പ്രതിമയ്ക്ക് പകരമായിട്ട് അവിടെ ഒരു പ്രതിമ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആരുടെ പ്രതിമയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ രാജാജിയുടെ പ്രതിമയാണ്. രാജാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജഗോപാലാചാര്യാണ്. ശ്രീ രാജഗോപാലാചാര്യയുടെ പ്രതിമയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് 1944 CR ഫോമുല എന്ന് പറയുന്ന ഫോമുല പ്രധാനമായിട്ടും കൊണ്ടുവരികയും മുസ്ലിം ലീഗിനെ ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് ഈ ശ്രീ രാജഗോപാലാചാരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അവസാനത്തെ ഒരു ഗവർണർ ജനറലും കൂടിയായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് ശ്രീ രാജഗോപാലാചാരി എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻസ് പുള്ളിയുടെ പേരിലുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളതാണ്. അടുത്തത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം ഏതായിരിക്കാം? അത് Su-57 ആണ് അല്ലെ, സുക്കോയി ആണ്. കാരണം F-35 ഒക്കെ നമ്മൾ ചോദിച്ചെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സോഴ്സ് കോഡ് തരാൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറായില്ല. അപ്പൊ അതേപോലെ റഫേലും ഈ പറഞ്ഞ രീതിയിൽ സോഴ്സ് കോഡ് തരാൻ വേണ്ടിയിട്ട് അവരും തയ്യാറായിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് സോഴ്സ് കോഡ് തരുന്ന ഒരാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ സോഴ്സ് കോഡ് തരാൻ വേണ്ടി സംഭവിച്ചിട്ടുള്ളത് സുക്കോയി ആണ്. അപ്പൊ അതുകൊണ്ടാണ് Su-57 കയ്യിൽ എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിമാനങ്ങൾ മേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ Su-57 എന്ന് പറയുന്ന പുതിയ 5ാം തലമുറ യുദ്ധവിമാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പോകുന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന വരാൻ പോകുന്ന കമ്പനി ബോർഡിന്റെ VFAയുടെയും അതേപോലെ ഈ പറയുന്ന രീതിയിൽ ബെക്കോടെയൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു 3-in-1 ബാച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നതിന്റെ പേര് പ്രയാണം എന്നുള്ളതാണ്. ഇതല്ല നിങ്ങൾ ഈ പറയുന്ന VFAയ്ക്കും ബെക്കോയ്ക്കും കമ്പനി ബോർഡിന് വേണ്ടി പ്രത്യേകം കോഴ്സുകൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രയാണം എന്ന ബാച്ചിന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 3 കോഴ്സുകൾ ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈഫ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഇതിന്റെ ഭാഗമായി ലഭ്യമാകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ തൊട്ട് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ ദിവസവും വളരെ തറമായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സുകൾ പഠിച്ചു പോവുക. എല്ലാ ദിവസവും കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തൊട്ട് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. വളരെ പെട്ടെന്നാണ് ചോദ്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് പോകാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീണ്ടും കാണാം. ബൈ. ഓക്കെ.